ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെയും CPM പ്രത്യേകിച്ചും വല്ലാത്ത ഒരു പരിഭ്രമത്തിലാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതും മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ഇനിയും കഷ്ടിച്ച് 6 മാസം മാത്രമേ ഭരണത്തിൽ ഇരിക്കാനുള്ള സാവകാശം CPM-നും LDF-നും ഉള്ളൂ. വരുന്ന മാസം ഏതാണ്ട് നവംബറോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് 3-4 മാസങ്ങൾ കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ്. ഒരു 3-ാം ഊഴത്തിന് വേണ്ടി വലിയ പ്രചരണവും മറ്റും അഴിച്ചുവിടുന്നെങ്കിലും അവർക്ക് ചുറ്റും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു എന്ന ഒരു പരിഭ്രമത്തിലാണ് ഇപ്പോൾ CPM-ഉം LDF-ഉം പെട്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതിനിടയിലാണ് പോകുന്ന പോക്കിൽ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാമെന്നുള്ള വിചാരത്തിൽ ഈ പാർട്ടിയുടെ അണികളുമൊക്കെ പലതരത്തിലുള്ള വ്യായാമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച് കുറെ നാളുകളായി വളരെ വ്യാപകമായിട്ടുള്ള ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 4.88 ലക്ഷം കോടി രൂപയുടെ കടമാണ് 10 വർഷം ഭരിച്ചതിന് ശേഷം കേരളത്തിന് വലിയ ഒരു നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിക്കാൻ പോകുന്നത്. എന്തൊരു ഭീതിജനകമായ സാഹചര്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ലക്ഷം കോടി രൂപ കടമുണ്ടാക്കിയ ഒരു മന്ത്രിസഭ അധികാരത്തിലിരുന്നിട്ടില്ല. 10 വർഷമായി കേരളത്തിന്റെ ഖജനാവ് ഓരോ ദിവസം കഴിയും തോറും കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടിഘോഷിക്കുന്ന കുറെ കടലാസിലെ വികസന പ്രവർത്തനങ്ങളല്ലാതെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ ഈ 10 വർഷം പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. എന്താണ് കാർഷിക രംഗത്തിന്റെ അവസ്ഥ? കർഷക തൊഴിലാളികളുടെ അവസ്ഥ? കർഷകരിൽ നിന്ന് ശേഖരിച്ചതായിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പോലും കൃത്യമായി, നെല്ല് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പോലും കൃത്യമായി വില കൊടുക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സർക്കാർ എങ്ങനെയാണ് കർഷകരെ ചേർത്ത് പിടിക്കുന്നതും സംരക്ഷിക്കുന്നതും? കാർഷിക മേഖലയാകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കർഷകരെല്ലാം കൃഷിവൃത്തി ഉപേക്ഷിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. താങ്ങുവില കൊടുക്കുന്നില്ല, ശേഖരിച്ച നെല്ലുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കുന്നില്ല. ആകെ കൂടെ ഏടാകുളത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് കർഷകരാകെ. ആരോഗ്യരംഗത്തെക്കുറിച്ച് പറയാനില്ല. എന്തൊരു ദയനീയമായ അവസ്ഥയാണ് കേരളത്തിലെ ആരോഗ്യരംഗം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയും തരം താണ, ഇത്രയും നിലവാരമില്ലാത്ത ഒരു ആരോഗ്യ മേഖല ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. എന്നിട്ടും പറയുന്നു ഇന്ത്യയിൽ നമ്പർ 1 ആണ് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത്. ആരെ പറ്റിക്കാനാണ് ഇത്തരം കള്ളപ്രസ്താവനകൾ നടത്തുന്നത്? ഇവന്റ് മാനേജ്മെന്റുകാരെ പണം കൊടുത്ത് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ആഘോഷം നടത്തിയിട്ട് കേരളം നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും ഒരു ഭാഗത്ത് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു. ആശുപത്രിയിൽ പോകുന്ന രോഗികളുടെ ഇടത് കൈക്ക് അസുഖം വരുമ്പോൾ വലത് കൈ ഓപ്പറേറ്റ് ചെയ്യുന്നു. സർജറി കഴിയുമ്പോൾ വയറ്റിനകത്ത് കത്രികയും പഞ്ഞിയും വെച്ചുകെട്ടുന്നു. അത് വെച്ചിട്ട് കുത്തിക്കെട്ടുന്നു. ഗൈഡ് വയർ കുത്തിക്കെട്ടി വയറ്റിനകത്താക്കി, നെഞ്ചിനകത്താക്കി രോഗികളെ ജീവിതം മുഴുവൻ നരകയാതന അനുഭവിപ്പിക്കുന്നു. ഇതാണോ കേരളം നമ്പർ 1 ഇന്ത്യയിൽ? ഈ തരം കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ ഇനിയും ആകെ കൂടി 6 മാസമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ഈ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ എന്നത് കേരളത്തിലെ പൊതുസമൂഹം ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. അതിലേറ്റവും ഒടുവിൽ സംഭവിച്ചതാണ് ഈ ശബരിമലയിലെ കൊള്ളയും, തീവട്ടിക്കൊള്ളയും പകൽ കൊള്ളയും എല്ലാം പുറത്തു വന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ഭഗവാന്റെ ശ്രീ അയ്യപ്പൻ്റെതായിട്ടുള്ള സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയി അടിച്ചു മാറ്റി ഈ നിലയിൽ ദേവസ്വം ബോർഡിനെ ആക്കിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? കഴിഞ്ഞ 10 വർഷമായി ആരാണ് ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്? ദേവസ്വം വകുപ്പിന് പ്രത്യേകമായ മന്ത്രി ഉണ്ടല്ലോ, ദേവസ്വം ബോർഡിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്വതന്ത്ര സ്വഭാവമുണ്ടല്ലോ. അവിടുത്തെ പ്രസിഡന്റിനെയും അവിടുത്തെ അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് ഗവൺമെന്റ് ആണല്ലോ, രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണല്ലോ. ഇത്രയും കാലമായി ഈ കോടിക്കണക്കിന് രൂപയുടെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അനങ്ങാതിരുന്ന ഈ സർക്കാരിന് കേരളത്തിലെ പൊതുസമൂഹത്തോട്, ഈശ്വര വിശ്വാസികളോട് എന്ത് ന്യായീകരണമാണ് പറയാനായിട്ടുള്ളത്? അതെല്ലാം പൊളിഞ്ഞ് പാളീസായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പരിഭ്രമത്തിൽപ്പെട്ട് CPM പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെയും ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു.
എന്തായാലും ഇതിൽ നിന്നൊരു മോചനം ഇനിയും 6 മാസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർക്ക് തോന്നുന്നില്ല. അതിന്റെ ഒരു പരിഭ്രമത്തിലാണ് ഇപ്പോൾ PR ഏജൻസികളെ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ മുടക്കി ജനകീയ സദസ്സുകളും മഹാസംഗമങ്ങളും ഒക്കെ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായി ശ്രമിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു വേദിയിൽ മുൻപ് പറഞ്ഞ കാര്യം ആവർത്തിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഈ അടുത്ത സമയത്ത് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് 8.14 കോടി രൂപയാണ് ചെലവഴിച്ചത്. എവിടെ നിന്നാണ് ഈ പണം? ആ സംഗമം കൊണ്ട് ആർക്കെന്ത് പ്രയോജനമുണ്ടായി? എല്ലാ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും കൊടുത്ത ചിത്രങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിന്റെ മനസ്സിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ കസേരയിൽ ആളുകളില്ല. ഇവന്റ് മാനേജ്മെന്റുകാർ കൊണ്ടിരുത്തിയതായ കുറെ ആളുകൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളിലുള്ളവരും ഒക്കെ പങ്കെടുത്തതായിട്ടുള്ള ആ സമ്മേളനത്തിൽ പിന്നെ കസേരയിൽ ഇരിക്കാൻ ആളില്ലാത്ത ദയനീയ അവസ്ഥയുണ്ടായി. അതിനാണ് 8.14 കോടി രൂപ ചെലവഴിച്ചത്. ഈ സംഗമം തുടങ്ങുമ്പോൾ എന്താണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പിഷാന്തേഹികൾ പറഞ്ഞത്? ഒരു പൈസ പോലും സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ ഇതിനുവേണ്ടി ചെലവഴിക്കില്ല, മറിച്ച് ഇതിന്റെ ചെലവ് മുഴുവൻ സ്പോൺസർമാർ വഴിയായിട്ട് നടക്കുമെന്ന് പറഞ്ഞതായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും പരോക്ഷമായി അതിന് ഒത്താശ പാടിയ ദേവസ്വം മന്ത്രിയും ഇപ്പോൾ മിണ്ടാട്ടമില്ല. 8.14 കോടി രൂപയിൽ 5 പൈസ പോലും തിരിച്ച് ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ഉത്തരവാദിത്തം, ഈ ചെലവിന്റെ ഉത്തരവാദിത്തം ആര് വഹിക്കണമെന്ന് അടിയന്തരമായി ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള ദേവസ്വം മന്ത്രിയും സർക്കാരും വെളിപ്പെടുത്തണം. അഥവാ ഇത് ഏതെങ്കിലും സ്പോൺസർമാർ പണമടച്ചിട്ടുണ്ടെങ്കിൽ അവർ നൽകിയ തുകയുടെയും നൽകിയ ആളുകളുടെയും പേര് ആർജവമുണ്ടെങ്കിൽ പ്രസിദ്ധപ്പെടുത്തണം. 10 വർഷം കൊണ്ട് ദേവസ്വം ബോർഡും സംസ്ഥാനത്തിന്റെ ഖജനാവും കട്ടുമുടിച്ചിട്ട് ഇപ്പോൾ ആകെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പരിഭ്രമത്തിൽ കടന്ന് നെട്ടോട്ടം ഓടുകയാണ്. ചക്രവ്യൂഹത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നു, ഏടാകൂടത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നു, നിലയില്ലാ കയത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നു CPM-ഉം സഖ്യകക്ഷികളും എന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഇനിയും അവർക്ക് ഈ അപരാധങ്ങൾക്ക് തിരുത്താൻ സമയമില്ല. കഷ്ടിച്ച് 6 മാസം, 2 മാസം കഴിയുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഏപ്രിൽ മെയ് മാസത്തോടുകൂടി നടക്കാൻ പോവുകയാണ്. ആകെ അന്തരാളത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം എന്ന വലിയ ഒരു ദുരന്തമാണ് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനിയും കാണാൻ പോകുന്നതും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിചാരണ ചെയ്താൽ പ്രശ്നം തീരുന്നതല്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് വെറും ഒരു ഉപകരണമാണല്ലോ. അന്തർദേശീയ ഫ്രോഡാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. തെക്കൻ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഈ സ്വർണം കടത്തിക്കൊണ്ടുപോയത് മുഴുവൻ വാങ്ങിയ പ്രധാനപ്പെട്ട പ്രമാണികൾ ഈ സംസ്ഥാനത്തിന് പുറത്തുമുണ്ട്. അവരുടെ പേര് പുറത്തുവിടട്ടെ, അവരിൽ നിന്ന് ഈ സ്വർണം പിടിച്ചെടുക്കട്ടെ. അതിനുള്ള ആർജവം സർക്കാർ കാണിക്കണം. അല്ലാതെ ദേവസ്വം മന്ത്രി ഉത്രാട സദ്യയ്ക്കും അതുപോലെയുള്ള ആഘോഷങ്ങൾക്കും പോയി പങ്കെടുത്ത് സമയം ചെലവഴിക്കാതെ പൊതുസമൂഹത്തിനുണ്ടായിരിക്കുന്ന വികാരങ്ങൾക്ക്, ഈശ്വര വിശ്വാസികൾക്കുണ്ടായ വികാരങ്ങൾക്ക് ശമനം വരുത്താൻ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കണം. അടിയന്തരമായി ഈ സ്വർണം തിരിച്ചു കൊണ്ടുവരണം. വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുന്ന മുറിവ് ഉണക്കാനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇനിയുള്ള സമയം അതിന് ചെലവഴിക്കണം. അതല്ലാതെ വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ച് പൊതു ഖജനാവിൽ നിന്ന് ഇല്ലാത്ത പണവും മുടിച്ചിനിയും കടത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ ജനം ശക്തിയായി പ്രതിരോധിക്കും, തിരിച്ചടിക്കുമെന്ന് മനസ്സിലാക്കാൻ ഉള്ള വിവേകം CPM-ന്റെ നേതാക്കന്മാർക്കുണ്ടെങ്കിൽ നന്ന് എന്നാണ് ഇത്തരുണത്തിൽ പറയാനായിട്ടുള്ളത്. ഏതായാലും കടുത്ത ഒരു പ്രതിസന്ധിയിലൂടെ പോകുന്നു കേരള സംസ്ഥാനം. CPM ആകെക്കൂടെ പ്രതിസന്ധിയിൽ, ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, രാഷ്ട്രീയമായ ഒരു അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ഭീതി മറ്റൊരു ഭാഗത്ത്, സഖ്യകക്ഷികളാകെ നിലയില്ലാ കയത്തിൽ കിടന്ന് കൈയും കാലും ഇട്ടടിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് CPM-ന്റെ വലിയ പ്രതാപകാലമൊക്കെ ഇതോടുകൂടി അസ്തമിക്കും. നമുക്കറിയാം CPM-ന്റെ അവസ്ഥ. ആകെക്കൂടെ ഈ ഒരു പാർട്ടി ഉള്ളത് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണ്. ദേശീയ തലത്തിൽ ഒന്നുമില്ല. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ പോലും
CPM-ന് 1-2 സീറ്റ് മാത്രമേ ആകെ കിട്ടാൻ പോകുന്നുള്ളൂ എന്നാണ് കേൾക്കുന്നത്. യാതൊരു ദേശീയ പ്രാധാന്യവും ഇല്ലാത്ത ഒരു പാർട്ടിയായി CPM നേരത്തെ മാറിക്കഴിഞ്ഞു. കേരളത്തിലുള്ള ഘടകവും ഏതാണ്ട് ഇപ്പോൾ അവസാന മണി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അതിന്റെ സൂചനകളാണ് കിട്ടിയിരിക്കുന്നത്. കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കിയതിന് ഉത്തരം പറയണം, ധൂർത്തിന് സമാധാനം പറയണം, കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് കൊള്ളയടിക്കുന്ന സമ്പ്രദായത്തിന് അറുതി വരുത്തണം. ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പല ഇനങ്ങളിലായി കൊടുത്തു തീർക്കാനായിട്ടുള്ളത്. ഈ പണമൊക്കെ എവിടെ നിന്നുണ്ടാവും? ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട അധ്യാപക സർവീസ് സംഘടനകൾ ഉൾപ്പെടെ സമരരംഗത്ത് വന്നിരിക്കുകയാണ്, സമരമുഖത്ത് വന്നിരിക്കുകയാണ്. എന്ത് ന്യായീകരണവും മറുപടിയുമാണ് CPM-ന് നൽകാനായിട്ടുള്ളത്? ഖജനാവ് മുടിച്ചതിന്റെ ഉത്തരവാദിത്വം പറയണം, ജനങ്ങളോട് സമാധാനം പറയേണ്ടതായിട്ട് വരും. ശ്രീ അയ്യപ്പന്റെ സ്വർണം കടത്തിക്കൊണ്ടുപോയതിന് സമാധാനം പറയണം. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് ദേവസ്വത്തിന്റെ ഭരണത്തിലുള്ള ഒരു ക്ഷേത്രത്തിലും കാണിക്കയായി ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനത്തിന് യാതൊരു രേഖകളും കണക്കുകളും ഇല്ല എന്നാണ്. ഓഡിറ്റ് വകുപ്പ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കാണിക്കയുടെ ശേഖരം ഒരു രേഖയിലും ഉൾപ്പെടുത്താതെ അതും കട്ടുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് ദേവസ്വം പോലെ ഇനിയും ഒരു കാരണവശാലും വെച്ചു പുലർത്തരുത്, അത് പിരിച്ചുവിടണം. അതിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ നടത്തിയ മോഷണത്തിന് അവർ സമാധാനം പറയണം. അത് ദേവസ്വം വകുപ്പിന്റെ മന്ത്രിക്ക് ഈ ചുമതലയ്ക്ക് ഉത്തരവാദിത്തം ഒഴിയാൻ പറ്റില്ല. അദ്ദേഹം ഈ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് വേണം അന്വേഷണത്തെ നേരിടാൻ. മുൻ പ്രസിഡന്റന്മാർ, മുൻ ദേവസ്വം മന്ത്രിമാരൊക്കെ ഇതിന് സമാധാനം പറയണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ പൊതുസമൂഹത്തിന് മുൻപിൽ വലിയ വില കൊടുക്കേണ്ടതായി വരും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി CPM-ന് പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൊതുവെയും ഉണ്ടാകും എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ്. അതിന്റെ പരിഭ്രമത്തിൽ ആകെ കൂടെ അന്തരാളത്തിലാണ് ഇന്ന് നാം കാണുന്ന കേരളത്തിലെ CPM-ഉം ഘടകകക്ഷികളും എന്നതാണ് യാഥാർത്ഥ്യം.